എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പിയെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയൊരു ഈവനിങ് സ്നാക്സ് ആണ്. ബേക്കറികളിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങിച്ച് കഴിക്കുന്നതിലും ടേസ്റ്റിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റിയൊരു മീറ്റ് റോളാണ് കേട്ടോ. നല്ല ചൂട് ചായയുടെ ഒപ്പം സോസും കൂട്ടി കഴിക്കാൻ ബേക്കറി സ്റ്റൈൽ ഈ ഒരു മീറ്റ് റോളിന്റെ കറക്റ്റ് ഒരു റെസിപ്പി നമുക്കൊന്ന് കണ്ടു നോക്കാം. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതുപോലെ ഈ ഒരു പാത്രത്തിലേക്ക് ഒരു അര കപ്പ് അളവിൽ, അതായത് 125 ml ഇളം ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം. പാൽ ഇളം ചൂടുള്ളത് തന്നെ ആയിരിക്കണം കേട്ടോ. ഈ ഒരു പാലിന് പകരം നിങ്ങൾക്ക് ഇളം ചൂടുള്ള വെള്ളം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. നമ്മൾ വെള്ളം എടുത്ത് ചെയ്യുന്നതിലും ടേസ്റ്റ് കുറച്ചും കൂടി നല്ലത് പാലിൽ തന്നെ ചെയ്യുമ്പോഴാണ് കേട്ടോ. ഇതിലേക്ക് ഒരു 3 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും ഒരു 3/4 ടീസ്പൂൺ അളവിൽ ഇൻസ്റ്റന്റ് ഈസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതിന് പകരം ഡ്രൈഡ് ഈസ്റ്റ് ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് ഇതുപോലെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 7-8 മിനിറ്റോളം നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇനി ഇതുപോലെ മറ്റൊരു പാത്രത്തിലേക്ക് ഒരു 2 കപ്പ് അളവിൽ മൈദ ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 3/4 ടേബിൾ സ്പൂൺ അളവിൽ ഓയിലോ അല്ലെങ്കിൽ ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് അത് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. നെയ്യ് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇത് മൂന്നും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇത് കണ്ടില്ല, ഒരു 7-8 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു ഈസ്റ്റിന്റെ ഒരു മിക്സ് ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വരണം കേട്ടോ. ഇതുപോലെ പൊങ്ങി വന്നിട്ടില്ലെങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്ന ഈസ്റ്റ് ആക്റ്റീവ് ആയില്ലെന്നാണ് അർത്ഥം. എക്സ്പയറി ഡേറ്റ് എടുക്കാറായതോ അല്ലെങ്കിൽ പഴയ ഈസ്റ്റ് ഒക്കെ എടുത്ത് ചെയ്യാതെ പുതിയ ഈസ്റ്റ് തന്നെ എടുത്തിട്ട് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു പാലിന്റെ ഈ ഒരു ഈസ്റ്റിന്റെ ഈ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഈ ഒരു മാവ് നമ്മൾ കുഴച്ചിട്ട് എടുക്കേണ്ടത് ഒരുപാട് കട്ടിയാകാനും പാടില്ല, എന്നാൽ ഓവർ സോഫ്റ്റ് ആയി പോവുകയും ചെയ്യരുത്. ഒരു മീഡിയം സോഫ്റ്റ് ആയിരിക്കണം. ആ ഒരു പരുവത്തിന് വേണ്ടിട്ട് നമ്മൾ ഈ ഒരു മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിലേക്ക് എനിക്ക് എക്സ്ട്രാ ഒരു 3 ടേബിൾ സ്പൂൺ ഇളം ചൂടുള്ള പാലും കൂടി ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ, ഇതൊന്ന് കുഴച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം നമ്മളെടുത്ത അരക്കപ്പും അതുപോലെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ പാലും കൂടാണ് ഇതിലേക്ക് ഞാൻ ടോട്ടൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് കണ്ടില്ലേ, ഈ ഒരു മാവ് ഒരു മീഡിയം സോഫ്റ്റ് ആക്കി ഇതുപോലെ നമ്മളൊന്ന് കുഴച്ചിട്ടെടുക്കുക. അപ്പോൾ ഇതുപോലെ ഒരു മീഡിയം സോഫ്റ്റ് ആക്കി നമ്മൾ ഈ ഒരു മാവൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഈ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആ ഒരു ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഈ ഒരു മാവിന്റെ 2 സൈഡിലൊന്ന് ഓയിലാക്കി കൊടുക്കുക. ആ ഒരു മാവിരുന്നങ്ങ് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഈ ഒരു മാവ് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. ഈ ഒരു മാവ് നമുക്ക് നല്ല ഡബിൾ ആയിട്ട് കിട്ടണം. നല്ല ചൂടുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ 1 മണിക്കൂർ മാത്രം മതി, നല്ല ഡബിൾ ആയിട്ട് ഇത് പൊങ്ങി കിട്ടും. ഇനി അഥവാ നല്ല തണുപ്പുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ ഒരു 2 മണിക്കൂറൊക്കെ കൂടുതൽ എടുത്തെന്നിരിക്കും. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ആ ഒരു ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 450 ഗ്രാം അളവിൽ ബീഫ് ഇതുപോലെ നന്നായിട്ട് വേവിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. നമ്മൾ സാധാരണ ബീഫ് കറിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് വേവിക്കത്തില്ലേ, ആ ഒരു സെയിം രീതിയിൽ വേവിച്ചെടുത്തിരിക്കുന്നതാണ്. ഇനി ഈ ഒരു ബീഫിന് പകരം നമ്മൾ സാധാരണ മസാലപ്പൊടികളൊക്കെ ചേർത്ത് വേവിക്കുന്ന പോലെ ചിക്കൻ വേവിച്ചിട്ട് വേണമെങ്കിൽ ഇത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു ചിക്കനും ബീഫിനും പകരം നിങ്ങൾക്ക് പുഴുങ്ങിയ മുട്ട വെച്ചിട്ടും ഇത് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. ബീഫൊക്കെ നമ്മൾ സാധാരണ ഇട്ട് കൊടുക്കുന്ന മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്ത് കുക്കറിലൊക്കെ ഇട്ടാണ് നമ്മൾ വേവിക്കുന്നതെങ്കിൽ കുറച്ച് വെള്ളം അതിൽ മിച്ചം വരുമല്ലോ. ആ ഒരു വെള്ളം നന്നായിട്ട് വറ്റിച്ചിട്ട് എടുക്കണം കേട്ടോ. ആ ഒരു വെള്ളം ഊറ്റിക്കളയരുത്. ആ ഒരു വെള്ളം വറ്റിച്ച് ഇതുപോലെ നല്ല ഡ്രൈ ആക്കി വേണം നമ്മൾ ബീഫ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ വേവിച്ചെടുത്തിരിക്കുന്ന ഒരു ബീഫ് മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് മാറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ട് വരാം. ജസ്റ്റ് ഒരു 1-2 തവണ ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതി. ഒരുപാട് അരഞ്ഞു പോരുത് കേട്ടോ. അരഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഫില്ലിങ്ങിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവത്തില്ല. നമുക്ക് ആ ഒരു ബീഫിന്റെ കഷ്ണങ്ങൾ ചെറുതായിട്ട് കടിക്കാൻ കിട്ടണം, എങ്കിൽ മാത്രമേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. വേവിച്ചെടുത്തിരിക്കുന്ന ചിക്കൻ ആണെങ്കിലും ഇതുപോലെ മിക്സിയിലിട്ട് ഒരു 1-2 തവണ കറക്കിയിട്ട് എടുക്കുക. ഇനി ഇതുപോലെ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് ഒരു 3/4 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുകയാണ്. പെരിഞ്ജീരകം ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഒരു 3 മീഡിയം വലിപ്പമുള്ള സവാള ഇതുപോലെ തിരി പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കിയിട്ടെടുക്കുക. ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് സവാള നമുക്കൊന്ന് ഇളക്കിയിട്ടെടുക്കാം. ഈ ഒരു ഫില്ലിങ്ങിൽ സവാള ഒരുപാടങ്ങ് വഴഞ്ഞു പോകേണ്ട ആവശ്യമില്ല. അത്യാവശ്യം നമുക്കൊന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. ചെറിയതായിട്ട് സവാള ആണെങ്കിലും കടിക്കാൻ കിട്ടണം, അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ തന്നെ 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കിയിട്ടെടുക്കാം. ഇത് കണ്ടില്ലേ, സവാള അത്യാവശ്യം നമുക്കൊന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും ഒരു 3/4 ടീസ്പൂൺ അളവിൽ മീറ്റ് മസാലയും 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും 2 ടീസ്പൂൺ അളവിൽ ടൊമാറ്റോ കച്ചപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി പൊടികളുടെ ആ ഒരു പച്ച ചുവയൊന്ന് മാറി വന്നതിന് ശേഷം നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഒരു ബീഫില്ലേ, ആ ഒരു ബീഫ് ഇതിലേക്ക് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു 4-5 മിനിറ്റോളം ഇതുപോലെ ഒരു ബീഫും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മളൊന്ന് ഇളക്കിയിട്ടെടുക്കേണ്ടതാണ്. ഈ ഒരു ഫില്ലിങ്ങിന് ചെറിയൊരു നനവുണ്ടായിരിക്കണം. അപ്പോൾ ലാസ്റ്റ് ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം നമ്മൾ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കിയിട്ടെടുക്കുക.
അപ്പോൾ ലാസ്റ്റ് ഈ ഒരു സമയത്ത് ഇതിൻ്റെ ഒരു ടേസ്റ്റ് നോക്കിയിട്ട് മീറ്റ് മസാല എന്തെങ്കിലും ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ടതാണ്. നമ്മൾ ബീഫൊക്കെ വേവിച്ച സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിരുന്നു. അതുപോലെ തന്നെ നമ്മൾ സവാള വഴറ്റുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിരുന്നു. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പം നമ്മുടെ ഈ ഒരു ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പം നല്ല ചൂടായതുകൊണ്ട് തന്നെ കറക്റ്റ് 1 മണിക്കൂർ ആയപ്പോഴത്തേക്കും ഈ ഒരു മാവ് നല്ല ഡബിൾ ആയിട്ട് എനിക്ക് പൊങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ മാവ് നല്ല ഡബിൾ ആയിട്ടൊന്ന് പൊങ്ങി വന്നാൽ ഇനി ഒരു മാവ് എടുത്തിട്ട് നമുക്കൊരു 8 ബോൾസ് ആക്കി ഇതുപോലെ ഒന്ന് ഉരുട്ടിയിട്ട് എടുക്കാം. അതിനുശേഷം ഇതിൽ നിന്നൊരു മാവ് എടുത്തിട്ട് ബാക്കി ഇതുപോലെ നമ്മൾ കവർ ചെയ്ത് തന്നെ വെച്ച് കൊടുക്കാം കേട്ടോ, ഉണങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തിയിട്ടെടുക്കാം. ഇതുണ്ടല്ലോ, ഈ ഒരു നീളത്തിൽ വേണം നമ്മൾ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാടങ്ങ് നൈസും ആക്കാനും പാടില്ല, എന്നാൽ ഒരുപാട് കട്ടി ഉണ്ടാകരുത് പരത്തുന്ന സമയത്ത്. ഇതുപോലെ നമ്മളൊന്ന് പരത്തിയെടുത്തതിന് ശേഷം നമുക്കൊരു 2-2.5 ടേബിൾ സ്പൂൺ അളവിൽ ഫില്ലിംഗ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ സൈഡിലെല്ലാം തന്നെ കുറച്ച് വെള്ളം നമ്മൾ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ മടക്കി എടുക്കുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫില്ലിംഗ് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് റോൾ ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് ഈ ഒരു സൈഡെല്ലാം ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. ഒട്ടുന്നതിന് പുറത്തേക്ക് പൊട്ടിയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല പോലെ തന്നെ നമ്മളൊന്ന് ഒട്ടിച്ച് കൊടുക്കണം. അതിനുശേഷം നമുക്കൊരു ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു റോളിൻ്റെ ഒരു പാകത്തിന് ഇതുപോലെ കൈ കൊണ്ടൊന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്ന് ചെയ്തിട്ടെടുക്കാം. ഇതുപോലെ എല്ലാം തന്നെ നമ്മൾ റോൾ ചെയ്തെടുത്തതിന് ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് ഒരു 3 കോഴിമുട്ട ഞാനൊന്ന് പൊട്ടിച്ചുറ്റി കൊടുക്കുകയാണ്. ചെറിയ കോഴിമുട്ടയാണെങ്കിൽ ഒരു 3 എണ്ണം എടുക്കുക, അല്ലെങ്കിൽ വലുതാണെങ്കിൽ ഒരു 2 എണ്ണം മാത്രം എടുത്താൽ മതി. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. മറ്റൊരു പാത്രത്തിൽ ഇതുപോലെ കുറച്ച് ബ്രെഡ് ക്രംസും എടുത്തിട്ടുണ്ട്. ഇനി ഓരോ റോളും എടുത്തിട്ട് ഈ ഒരു മുട്ടയുടെ മിക്സിൽ നന്നായിട്ട് ആദ്യം ഒന്ന് മുക്കിയിട്ടെടുക്കുക. അതിനുശേഷം ഈ ഒരു ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ നമ്മളൊന്ന് കോട്ട് ചെയ്തെടുത്താൽ മാത്രം മതി. ഇത് കണ്ടില്ല, അതിൻ്റെ എല്ലാ ഭാഗത്തും ഒരു ബ്രെഡ് ക്രംസ് ആകുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ നമ്മളൊന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കുക. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്ന് ചെയ്തിട്ടെടുക്കാം. എല്ലാം തന്നെ ഒരു മുട്ടയുടെ മിക്സിൽ മുക്കി ഇതുപോലെ നമ്മൾ ബ്രെഡ് ക്രംസ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയും ഇതുപോലെ ഒരു മീഡിയം ചൂടായിട്ട് കിടക്കുന്ന ഓയിലേക്ക് നമുക്ക് ഓരോന്നും ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിതൊരു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് വേണം ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇതിന്റെ പുറമേയുള്ള ഒരു ബ്രെഡിന്റെ ഒരു മാവാണ്. ആ ഒരു മാവ് നമുക്ക് നന്നായിട്ട് ഉള്ളൊക്കെ വെന്ത് കിട്ടണം. അപ്പോൾ തീ കുറച്ച് വെച്ച് കൊടുത്ത് നമ്മളിത് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മാത്രമേ ആ ഒരു മാവൊക്കെ ഉള്ളൊക്കെ നന്നായിട്ട് കറക്റ്റ് പാകത്തിന് നമുക്ക് വെന്ത് കിട്ടത്തുള്ളൂ. തീ കൂട്ടിയിട്ട് കൊടുത്താൽ പെട്ടെന്ന് ഇതിൻ്റെ പുറമേ അങ്ങ് കളറങ്ങ് മാറും, ഉള്ളിൽ നമുക്ക് വെന്ത് കിട്ടത്തില്ല. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ച് വേണട്ടോ നമ്മളിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു മാവൊക്കെ വേകാനുള്ളൊരു സമയം കൊടുത്ത് തന്നെ നമ്മൾ നന്നായിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഈ ഒരു കളറായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് പാനിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, ബേക്കറി സ്റ്റൈലിൽ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഒരു മീറ്റ് റോള് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇത് നിങ്ങളൊന്ന് കട്ട് ചെയ്തും കൊണ്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നന്നായിട്ട് വെന്തും കിട്ടിയിട്ടുണ്ട്. ആ ഒരു ബ്രെഡിൻ്റെ ഒരു കറക്റ്റ് ആ ഒരു പാകത്തിനാണ് വെന്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നല്ല ചൂട് ചായയുടെയൊക്കെ ഒപ്പം ടൊമാറ്റോ കെച്ചപ്പും കൂടെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റായി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ മീറ്റ് റോൾ ഇതുപോലെ വീട്ടിൽ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലെ കാണുന്ന ബെല്ലൈക്കണെ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഒരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.